ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് 125cc ബൈക്സിൽ തന്നെ നമുക്കൊരു ടോപ്പ് 5 ആയിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ആ ടോപ്പ് 5 നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള മോസ്റ്റ് ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള 125cc മോട്ടോർ സൈക്കിളാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വണ്ടി ഏതൊക്കെയാണ്, അതിൻ്റെ പ്രൈസ് എങ്ങനെയാണ്, സ്പെസിഫിക്കേഷൻ കാര്യങ്ങൾ, പിന്നെ മൈലേജ് കാര്യങ്ങൾ, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്ത് ഒരു ടോപ്പ് 5ൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. സോ ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഫിഫ്ത്ത് പൊസിഷനിൽ നോക്കാം. ഫിഫ്ത്ത് പൊസിഷനിൽ നിൽക്കുന്നത് ബജാജിൻ്റെ പൾസർ 125 എന്ന മോഡലാണ്. നമ്മൾ 150 വെക്കിങ് എന്ന ആ ഒരു സെയിം ഡിസൈൻ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. ഈ ഒരു മോഡലിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിജിറ്റൽ പ്ലസ് അനലോഗ് മീറ്റർ കൺസോൾ കാര്യങ്ങളാണ് നൽകുന്നത്. ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. നമുക്ക് ട്വിൻ സ്പാർക്ക് എഞ്ചിനാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. അതുപോലെ ടെലസ്കോപ്പിക് സസ്പെൻഷനും പിന്നെ എഞ്ചിൻ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ 124.4cc എഞ്ചിനാണ് നമുക്ക് വരുന്നത്. ഈ ഒരു മാക്സിമം പവർ ഔട്ട്പുട്ട് വരുന്നത് 11.8 PS at 8500 RPM-ലാണ്. മൈലേജ് 50 കിലോമീറ്റർ, അതുപോലെ 5 സ്പീഡ് ട്രാൻസ്മിഷനും 140 കിലോമീറ്ററാണ് വണ്ടിയുടെ വെയിറ്റ് വരുന്നത്. 11.5 ലിറ്റേഴ്സാണ് ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഓൺ റോഡ് പ്രൈസ് വരുന്നത് നമുക്കൊരു നിയർ ടു 1 lakh അടുത്താണ് വരുന്നത്. ഇനി ഫോർത്ത് പൊസിഷനിൽ നിൽക്കുന്നത് ടി വി എസിൻ്റെ റൈഡർ 125 എന്ന മോഡലാണ്. അത്യാവശ്യം നല്ല അഗ്രസീവ് ആൻഡ് സ്പോർട്ടി ഡിസൈനോടുകൂടി തന്നെ 125cc തന്നെയാണത്. ഫ്രണ്ടിൽ നമുക്ക് LED DRന് LED ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് ഈ പോകുന്ന വഴികളിൽ. ഫുള്ളി ഡിജിറ്റൽ മീറ്റർ കൺസോൾ നൽകുന്നുണ്ട് വിത്ത് ലോട്ട്സ് ഓഫ് ഫീച്ചേഴ്സ്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങൾ, അങ്ങനെ ഒത്തിരിയേറെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഈ ഒരു മീറ്റർ കൺസോളിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മോഡലിൽ നമുക്ക് ട്യൂബ്ലെസ് ടയേഴ്സും ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. റയർ സസ്പെൻഷൻ വരുന്നത് നമുക്ക് മോണോ ഷോക്കാണ്. 125cc നോക്കുമ്പോൾ മോണോ ഷോക്ക് വരുന്നൊരു മോഡൽ കൂടിയാണ് ടി വി എസിൻ്റെ റൈഡർ 125. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ എഞ്ചിൻ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ 124.8cc ആണ്. വിത്ത് ഓയിൽ കൂൾഡ് എഞ്ചിനാണ് ഈ ഒരു നൽകിയിട്ടുള്ളത്. 56 കിലോമീറ്ററാണ് എൻ്റെ മൈലേജ് വരുന്നത്. 5 സ്പീഡ് ട്രാൻസ്മിഷൻ കാര്യങ്ങളൊക്കെയാണ്. 123 കിലോഗ്രാമാണ് വണ്ടിയുടെ വെയിറ്റ് വരുന്നത്. ടാങ്ക് കപ്പാസിറ്റി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 10 ലിറ്റേഴ്സാണ് ഈ ഒരു വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. സോ അത്യാവശ്യം നല്ല വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു 125cc മോട്ടോർ സൈക്കിൾ കൂടിയാണ് ടി വി എസിൻ്റെ റൈഡർ 125. ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഏകദേശം അപ്രോക്സിമേറ്റ് വരുന്നത് 1,17,000 കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇനി തേർഡ് പൊസിഷനിൽ വരുന്നതാണ് ഹോണ്ടയുടെ SP 125 എന്ന് പറഞ്ഞ മോഡൽ. ഈ ഒരു മോഡൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ LED ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ടെലസ്കോപ്പിക് സസ്പെൻഷൻ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. ഇനി മീറ്റർ കൺസോളിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫുള്ളി ഡിജിറ്റൽ മീറ്റർ കൺസോൾ കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. ഡിസ്റ്റൻസ് ടു MT, ആവറേജ്, മൈലേജ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മോഡൽ കാണിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ റയർ സസ്പെൻഷൻ കാര്യങ്ങൾ വന്നിട്ടുള്ളത് നമുക്ക് ട്വിൻ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. സോ ഒരു സ്മൂത്ത് ആൻഡ് മൈലേജ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എഞ്ചിൻ കൂടിയാണ് ഹോണ്ട പ്രൊവൈഡ് ചെയ്യുന്നത്. എഞ്ചിൻ കപ്പാസിറ്റി വരുന്നത് 124cc ആണ്. അതുപോലെ 65 കിലോമീറ്ററാണ് വളരെ മൈലേജ് വരുന്നത്. 5 സ്പീഡ് ഗിയർ ട്രാൻസ്മിഷൻ കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. 116 കിലോഗ്രാമാണ് വണ്ടിയുടെ വെയിറ്റ് വരുന്നത്. 11.2 ലിറ്ററാണ് ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. സോ അത്യാവശ്യം നല്ലൊരു സ്മൂത്ത് എഞ്ചിനും അതുപോലെ തന്നെ റൈഡിങ് കംഫർട്ട് കാര്യങ്ങളൊക്കെ ഈ മോഡലിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഓൺ റോഡ് പ്രൈസ് കാര്യങ്ങൾ വരുന്നത് അറൗണ്ട് ഒരു 1 lakh സംതിങ് ആണ് എൻ്റെ ഓൺ റോഡ് പ്രൈസ് കാര്യങ്ങൾ വരുന്നത്. ഇനി സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നത് ഹോണ്ടയുടെ ഷൈൻ 125 എന്ന് പറഞ്ഞ മോഡലാണ്. ഈ ഒരു മോഡലിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ ഹാലജൻ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. നമുക്ക് മീറ്റർ കൺസോൾ ആണെങ്കിൽ നോർമൽ രീതിയിൽ നമ്മൾ അനലോഗ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ നൽകിയിട്ടുള്ളത്. റൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നോർമലി കണ്ടുവരുന്ന ട്വിൻ സസ്പെൻഷനും LED ലൈറ്റ്സ് കാര്യങ്ങളൊന്നും അല്ല നമുക്ക് നൽകിയിട്ടുണ്ട്. സോ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളൊരു ഡിസൈൻ കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ള മോഡൽ. ഇനി എഞ്ചിൻ കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 123.94cc ആണ് എഞ്ചിൻ കപ്പാസിറ്റി വരുന്നത്. 55 കിലോമീറ്ററാണ് മൈലേജ് വരുന്നത്. 5 സ്പീഡ് ഗിയർ ബോക്സ്, 113 കിലോഗ്രാമാണ് വണ്ടിയുടെ വെയിറ്റ് വരുന്നത്. 10.5 ലിറ്റേഴ്സാണ് നമുക്ക് ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. സോ ഓവറോൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻ ആണെങ്കിൽ പോലും അത്യാവശ്യം നീറ്റായിട്ടുള്ള സ്മൂത്ത് എഞ്ചിനാണ് നമുക്ക് ഹോണ്ടയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നത്. അതുപോലെ അത്യാവശ്യം ഡീസൻറ്റ് മൈലേജും ഉണ്ട്. ഓൺ റോഡ് പ്രൈസ് വരുന്നത് 95,000 അടുത്താണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഓക്കെ, ഇനി ഫസ്റ്റ് പൊസിഷനിൽ വന്നിട്ടുള്ളത് ഹീറോയുടെ സൂപ്പർ സ്പ്ലെൻഡർ എന്ന് പറഞ്ഞ മോഡലാണ്. ഈ ഒരു മോഡലിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് ഹാലജൻ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് നൽകുന്നത്. ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. പിന്നെ നമുക്ക് മീറ്റർ കൺസോളിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ പ്ലസ് അൺലോക്ക് എന്നുള്ള മീറ്റർ കൺസോൾ നൽകിയിട്ടുള്ളത്. നമുക്കത് ഫ്യൂൽ ഇൻഡിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിജിറ്റലിയാണ് നൽകിയിട്ടുള്ളത്. ഇനി റയർ സസ്പെൻഷൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നോർമലി കണ്ടുവരുന്ന ഒരു സസ്പെൻഷൻ കാര്യങ്ങളൊക്കെയാണ്. സോ ലുക്ക് വൈസ് അത്ര സ്പോർട്ടി ആയിട്ടൊന്നും അല്ല, ബട്ട് മൈലേജ് വൈസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. USB ചാർജിംഗ് പോർട്ട് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഓക്കെ, എഞ്ചിൻ്റെ ഭാഗത്തോട് നോക്കുകയാണെങ്കിൽ നമുക്ക് 124.7cc എഞ്ചിനാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ മൈലേജ് 55 കിലോമീറ്റർ ലിറ്ററാണ് കിട്ടുന്നത്. 5 സ്പീഡ് ഗിയർ ട്രാൻസ്മിഷനൊക്കെ നൽകിയിട്ടുള്ള എൻ്റെ വെയിറ്റ് വരുന്നത് 122 കിലോഗ്രാമാണ്. 12 ലിറ്റേഴ്സാണ് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ അപ്രോക്സിമേറ്റ് ഓൺ റോഡ് പ്രൈസ് കാര്യങ്ങൾ വരുന്നത് 1 lakh സംതിങ് ആണ് നൽകിയിട്ടുള്ളത്. സോ ഫ്യൂൽ എഫിഷ്യൻസി കാര്യങ്ങൾ നോക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു 5 മോട്ടോർ സൈക്കിൾസ് തന്നെയാണ് ഞാൻ നൽകിയിട്ടുള്ളത്. മേ ബി ഇതിനകത്ത് ഏതെങ്കിലും ഞാൻ ഒരെണ്ണം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ആ ഒരു പോരായ്മ കാര്യങ്ങളെല്ലാം മാറ്റി ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ചെയ്യുന്നതായിരിക്കും. എനിവേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. Thanks for watching. See you then. Bye bye.